മേഘാലയ മോഡൽ ഹണിമൂൺ കൊലപാതകം വീണ്ടും. കാമുകന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഭർത്താവിനെ വാഹനമിടിച്ചു കൊന്നു. യുവതിയും കാമുകന്റെ സുഹൃത്തുക്കളും അറസ്റ്റിൽ. വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളായില്ല. പക്ഷെ അപ്പോഴേക്കും പഴയ കാമുകനോടൊപ്പമുള്ള ബന്ധം വീണ്ടും ആരംഭിച്ചിരുന്നു. അങ്ങനെയാണ് ഭർത്താവിനെ കൊന്ന് കാമുകനെ ഒപ്പം ജീവിക്കണമെന്നുള്ള ആഗ്രഹം വരുന്നത്. അതിന് കാമുകന്റെ തന്നെ സഹായം തേടി. പക്ഷേ യുവതി പോലീസിന്റെ പിടിയിലായി. രാജസ്ഥാനിലെ ശ്രീഗംഗാനഗർ സ്വദേശിയായിട്ടുള്ള ആശിഷ് എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത്. ജനുവരി 30 ഈ സംഭവം. ആദ്യം അതൊരു വാഹനാപകടമാണ് എന്നാണ് കരുതിയത്. പക്ഷേ പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമായിരുന്നു എന്ന്. ആശിഷിനെ ഭാര്യ അഞ്ജുവും അവളുടെ കാമുകൻ സഞ്ജു ഒപ്പം മറ്റ് 2 പേർ സുഹൃത്തുക്കളാണ് ചേർന്നാണ് കൊലപ്പെടുത്തിയത്. അത് വാഹനാപകടമാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ലക്ഷ്യം. വൈകിട്ട് നടക്കാനിറങ്ങിയപ്പോൾ 2 പേരെയും വാഹനമിടിക്കുകയും അപകടത്തിൽ ഭർത്താവ് മരിക്കുകയും ചെയ്തു എന്നാണ് യുവതി എല്ലാവരോടും പറഞ്ഞിരുന്നത്. എന്നാൽ ആഷിഖിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ ചില അസ്വാഭാവികതകൾ. അഞ്ജുവിനെ ചോദ്യം ചെയ്തപ്പോൾ അവിടെ മൊഴിയിലും ചില വൈരുദ്ധ്യങ്ങൾ. അങ്ങനെയാണ് ഈ കേസ് വിശദമായി അന്വേഷിക്കാൻ പോലീസിനെ പ്രേരിപ്പിച്ചത്. 3 മാസങ്ങൾക്ക് മുമ്പ് മാത്രമായിരുന്നു ആ വിവാഹം. വളരെ ആഘോഷത്തോടുകൂടി നടത്തിയതാണ് ആ വിവാഹ ചടങ്ങ്. ഇനി ഈ മരിക്കുന്ന ദിവസം ആശിഷ് മദ്യപിച്ചിരുന്നു. വൈകിട്ടായപ്പോൾ ഒന്ന് നടന്നിട്ട് വരാം എന്ന് പറഞ്ഞാണ് അഞ്ജു ഈ ആശിഷിനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നത്. ആളൊഴിഞ്ഞ റോഡിലൂടെ നടക്കുന്നതിനിടെ അമിത വേഗത്തിലെത്തിയ ഒരു കാറ് ഇടിക്കുകയും ആ കാറിലുള്ളവർ തന്റെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ കവർന്നു എന്നുമൊക്കെയാണ് അപകടത്തിന് ശേഷം ഈ പെൺകുട്ടി പറഞ്ഞത്. രാത്രി ഏതാണ്ട് 9 മണിയോടുകൂടിയാണ് ഈ ശ്രീഗംഗാനഗർ പോലീസിന് ഒരു ദമ്പതികൾ പോലീസ് റോഡിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നു എന്നുള്ള വിവരം ഫോൺ കോളായി എത്തുന്നത്. ഏറ്റവും അടുത്തുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് എത്തിച്ചുവെങ്കിൽ പോലും ആശിഷ് മരിച്ചുവെന്ന് അവിടുത്തെ ഡോക്ടർമാർ തന്നെ സ്ഥിരീകരിച്ചു. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധിച്ചു. ആശിഷിന്റെ ശരീരത്തിലെ ചില പരിക്കുകളിൽ പോലീസിന് ചില സംശയങ്ങൾ തോന്നി. ഇയാളുടെ ശരീരത്തിൽ മുറിവേറ്റ പാടുകളുണ്ടായിരുന്നു. ഒരു വാഹനാപകടത്തിൽ ഉണ്ടാകുന്ന മുറിവുകളല്ലാത്ത തരത്തിൽ. മെഡിക്കൽ റിപ്പോർട്ടിൽ കഴുത്ത് ഞെരിച്ചുള്ള മരണമാണ് എന്നാണ് ആശിഷിന്റെ മരണത്തിൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തത വന്നത്. അങ്ങനെ ആ സംശയം മുഴുവൻ അഞ്ജുവിലേക്ക് എത്തി. അപകടം നടന്നു, അവിടെ ആഭരണങ്ങൾ കവർന്നെടുത്തു. എന്നിട്ടും അഞ്ജുവിന് മാത്രം വലിയ പരിക്കൊന്നുമില്ല. അത് പോലീസിന്റെ സംശയം ബലപ്പെടുത്തി. അങ്ങനെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് പോലീസ് തുനിഞ്ഞു. തെളിവുകൾ ശേഖരിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ അഞ്ജുവിന് കുറ്റം സമ്മതിക്കേണ്ടി വരുന്നു. അതാണ് പോലീസ് പറയുന്നത്. उसके भतीजे की रात को चक एक केएलएम के रोड पर जाते हुए किसी अज्ञात वाहन ने टक्कर मार दी, जिससे कि उसकी मृत्यु हो गई। तो ये हमने तुरंत मौका देखकर और प्रकरण दर्ज किया एक्सीडेंट की धाराओं में। लेकिन जब एफएसएल टीम बुलाई गई मौके पर, उच्च अधिकारियों ने जब विजिट किया तो कुछ संदेहास्पद लगी सभी बातें। तो उस पर तुरंत टीम गठित की गई और सभी बातों को ध्यान में रखते हुए इसमें तकनीकी रूप से भी, आसूचना संकलन से भी सभी रूप से अनुसंधान प्रारंभ किया गया. അയൽവാസിയായിട്ടുള്ള സഞ്ജു എന്നുള്ള യുവാവുമായി ഈ പെൺകുട്ടി, അവളുടെ പേര് അഞ്ജു, കാമുകന്റെ പേര് സഞ്ജു, ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഇതിനിടയിലാണ് ഈ ആഷിഖിന്റെ വിവാഹാലോചന വന്നതും വീട്ടുകാർ ആ വിവാഹം നടത്തുന്നതും. ഈ ദാമ്പത്യ ജീവിതത്തിൽ അഞ്ജു അത്ര സന്തുഷ്ടരായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഇതോടെ ഈ സഞ്ജുവുമായിട്ടുള്ള ബന്ധം അത് തുടർന്നു. ഇരുവരും ചേർന്ന് അങ്ങനെ ആഷിഖിനെ കൊല്ലാൻ പദ്ധതിയിടുകയാണ്, ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി. ആ പദ്ധതിക്ക് അത് ആസൂത്രണം ചെയ്തത് മുഴുവൻ ഈ ഭാര്യയായിട്ടുള്ള അഞ്ജു ആണെന്നും പോലീസ് പറയുന്നു. इसमें जो आशीष है उसकी धर्मपत्नी अंजू है, वही एक इसमें मुख्य सूत्र निकली। ये एक्सीडेंट ना होके हत्या का प्रकरण निकला।
घटना वारदात जो जिस हिसाब से इन्होंने अंजाम दिया, 3 माह पूर्व ही आशीष और अंजू की शादी हुई थी, किंतु अंजू इस शादी से खुश नहीं थी। उसके पहले ही संपर्क किसी संजू नाम के व्यक्ति से थे। तो अंजू ने और ये संजू ने, उसके जो प्रेमी हैं, उन दोनों ने ये एक प्लान बनाया। चूंकि आशीष हमेशा खाना खाने के बाद रात को घूमता था, तो अंजू ने पहले उसके साथ घूमना शुरू किया सड़क पर, और फिर संजू के साथ प्लान बनाते हुए ഈ എല്ലാ ദിവസവും ഭക്ഷണം കഴിഞ്ഞ ശേഷം ഒരു നടത്തം പതിവാണ് ഈ ആശിഷിന്. ഇനി ഇതിനിടയിൽ അഞ്ജു ആശിഷിന് സ്ഥിരമായി മദ്യം നൽകാൻ തുടങ്ങി, പ്രേരിപ്പിക്കാൻ തുടങ്ങി മദ്യപാനത്തിന്. അങ്ങനെ മദ്യപിക്കുകയും അന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്ത ശേഷം ഒന്നിച്ച് പുറത്തേക്ക് നടക്കാൻ പോകുന്നു. അതും അഞ്ജു കൂടെ പോകുന്നത് പതിവാക്കി. അന്ന് സംഭവിച്ചതും അതേ കാര്യങ്ങളാണ്. ആളൊഴിഞ്ഞൊരു സ്ഥലത്തെത്തിയപ്പോൾ ഈ സംഘം കാത്തിരുന്നു. ആ സഞ്ജുവും സുഹൃത്തുക്കളായ രോഹിത്, സിദ്ധാർത്ഥ് ഇവരെല്ലാവരും ചേർന്ന് ആഷിഖിനെ ആക്രമിച്ചു. അല്പം മദ്യലഹരിയിലൊക്കെ ആയിരുന്നുകൊണ്ട് തന്നെ ആഷിഖിന് അത്രമാത്രം പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഈ വാഹന അപകടം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വേഗത്തിലെത്തി ആ കാറ് കൊണ്ട് ഇടിപ്പിച്ചത്. ഇങ്ങനൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് അറിയാതെയാണ് വിവാഹം കഴിപ്പിച്ചതെന്നാണ് ഈ ആശിഷിന്റെ കുടുംബമൊക്കെ പറയുന്നത്. അവർ തറപ്പിച്ച് പറയുന്നു, ഇത്തരമൊരു ബന്ധം ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ അതിന് തുനിയുമായിരുന്നില്ല. जो हमारी औलाद ऐसी निकलेगी हमें पता होता तो हम ऐसा कारनामा कुछ नहीं करने देते. यहाँ पे हम मर जाते पर यहाँ पे उसकी शादी नहीं करते. अब आप क्या मतलब कि जो दोषी है उनके लिए आप क्या कहना चाहोगे? सर मैं ये कहना चाहता हूँ भी उनको इतनी सज़ा देनी चाहिए. फिलहाल तो फांसी हो तो सर बहुत ही अच्छी बात है. അത്രമാത്രം നിരാശയുണ്ട് ആ കുടുംബത്തിന് എന്നുള്ളത് സംശയമില്ല. എന്തായാലും തന്നെ കൊള്ളയടിച്ചു എന്ന് വരുത്തി തീർക്കാൻ അഞ്ജു തന്റെ ആഭരണങ്ങൾ എല്ലാം സഞ്ജുവിന് നൽകിയിരുന്നു. അങ്ങനെ ബോധരഹിതയായി അഭിനയിച്ചാണ് ആ അപകടശേഷം, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത അപകടത്തിന് ശേഷം ആ റോഡരികിൽ അവൾ കിടന്നത്. ഭർത്താവ് അരികിൽ മരിച്ചു കിടക്കുന്നു, ഇവൾ ബോധരഹിതയായി അവിടെ സൈഡിൽ കിടക്കുന്നു. അങ്ങനെ സമീപവാസികളാണ് വിവരം പോലീസിനെ വിളിച്ച് അറിയിക്കുന്നത്. എന്നാലും ഒരു ആസൂത്രണം എന്നൊക്കെ പറഞ്ഞാൽ അതും 3 മാസം മാത്രമാണ് ആ വിവാഹം കഴിഞ്ഞിട്ടായത്. അങ്ങനെയായിരുന്നുവെങ്കിൽ എന്തിനാണ് ആ സ്ത്രീ ആ വിവാഹത്തിന് തയ്യാറായത് എന്നത് മാത്രമാണ് ചോദ്യം. ഒരു യുവാവിൻ്റെ ജീവനെടുത്തു ആ പെൺകുട്ടിയും അവളുടെ കാമുകനും ചേർന്ന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.